കനത്ത മഴയ്ക്കിടെ വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപം മണ്ണിടിഞ്ഞ സംഭവത്തിൽ ആശങ്കയേറ്റി മരണസംഖ്യ കൂടുകയാണ്. ഇതുവരെ 5 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുരങ്കപാതയ്ക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിൽ തകർന്നു. രക്ഷാപ്രവർത്തനത്തിലൂടെ മണ്ണിനടിയിൽ കുടുങ്ങിയ 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതുവരെ 7 പേരെ കാണാനില്ല എന്നാണ് കണക്കുകൾ. ഇവർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്നലെ മുതൽ അതിതീവ്ര മഴയാണ് വയനാട്ടിൽ നിർത്താതെ പെയ്യുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചു. ഫയർഫോഴ്സും NTRF സംഘവും സ്ഥലത്ത് തുടരുകയാണ്. മന്ത്രി ടി സിദ്ദിഖ്, റവന്യൂ മന്ത്രി AP അനിൽകുമാർ എന്നിവർ ഹെലികോപ്റ്ററിൽ സംഭവസ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 21 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മീനാക്ഷി എസ്റ്റേറ്റിൽ ഉള്ളവരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ചുളിക്ക GLP സ്കൂളിലേക്കാണ് ഇവരെ മാറ്റിയത്. 66 കുടുംബങ്ങളാണ് നിലവിലൂടെ ഉള്ളത്. അതേസമയം മണ്ണിടിച്ചിലിൽ പോലീസ് കേസെടുത്തു. മേപ്പാടി പോലീസാണ് കേസെടുത്തത്. ഇന്ന് രാവിലെ കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. വയനാട് കള്ളാടി തുരങ്കപാതയുടെ പണികൾ നടക്കുന്ന സ്ഥലത്തായിരുന്നു അപകടം. പാലത്തിനടുത്തുള്ള കുന്നിടിഞ്ഞ് നിർമ്മാണ സ്ഥലത്തേക്ക് വീഴുകയായിരുന്നു. തൊഴിലാളികളുമായി വന്ന 2 ബസ്സുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ഈ പദ്ധതിയുടെ പ്രായോഗിക സുരക്ഷയെക്കുറിച്ച് അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നതും. താമരശ്ശേരി ചുരത്തിന് ബദലായി വരുന്ന ഈ പദ്ധതിയുടെ പാരിസ്ഥിതികാനുമതി അത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയപ്പോൾ മുന്നോട്ട് വെച്ച കർശനമായ നിബന്ധനകൾ പാലിച്ചില്ല എന്നാണ് കള്ളാടിയിലെ മണ്ണിടിച്ചിലൂടെ പുറത്തുവരുന്നത്. കള്ളാടിയിൽ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും തുരങ്കപാതയുടെ മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടുവെന്നും മന്ത്രി ടി സിദ്ദിഖ് ആരോപിച്ചിരുന്നു. കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാൻ 17 ദിവസം മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന് വ്യക്തമാക്കി. ജില്ലാ കളക്ടർ കഴിഞ്ഞ മാസം 20-ന് മണ്ണ് മാറ്റാൻ ഉത്തരവിറക്കി. എന്നാൽ കരാറുകാർ നിർദ്ദേശം പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സത്യത്തിൽ വെറും 60 മീറ്ററോളം മാത്രം തുരങ്കം നിർമ്മിച്ച പ്രാരംഭമായ ഈ ഘട്ടത്തിൽ തന്നെ കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണെന്നാണ് പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ നമുക്ക് മുൻപിൽ വ്യക്തമാക്കുന്നത്. പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി മണ്ണും അവശിഷ്ടങ്ങളും കൂട്ടിയിട്ടത് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്നീ പ്രതിഭാസങ്ങൾ മൂലം വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തു തന്നെയായാലും വികസനം നമുക്കെല്ലാം അനിവാര്യമാണെങ്കിലും മനുഷ്യനും പ്രകൃതിക്കും അനുയോജ്യമല്ലാത്ത ഏത് സമയവും അപകടം സംഭവിക്കാവുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെ ഒന്നാകെ സംശയം നിലനിർത്തുകയാണ് ഇന്നുണ്ടായ വയനാട്ടിലെ മണ്ണിടിച്ചിൽ.